ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഹാം റേഡിയോയുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് ബോട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹാം റേഡിയോയുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് ബോട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പൂവത്തൂർ പടിഞ്ഞാറ് പാർത്ഥസാരഥിയുടെ പള്ളിയോടം ഭോപ്പാൽ നാഷണൽ മ്യൂസിയത്തിൽ വിസ്മയ കൈവരിക്കുകയാണ്. അതിന്റെ ഒത്തൊരുമയും ആവേശവും ഇവിടെ കാണാം. ഇവിടെ കാണാം. ഉത്രിട്ടാതിക്ക് മുൻപ് ഒരു ദിവസം പള്ളിയോടത്തിൽ പണിയേറ്റാർ കാവലെത്തി ഭഗവതിയെ തൊഴുന്നത് ഇവർ മുടക്കാറില്ല. ജലമേള ദിവസവും ഇവിടെ പൂജിച്ച മാലകൾ അമരത്ത് ചാർത്തിയാണ് ആറന്മുളയ്ക്ക് പോവുക. 47.25 കോൽ നീളവും 62 അങ്കുലം ഉടമയും 18.25 അടി അമരപ്പൊക്കവും ഇതിനുണ്ട്. 100 പേർ തുഴഞ്ഞെത്തുന്ന പള്ളിയോടത്തിന്റെ ഉടമസ്ഥത നെടുമ്പ്രയാർ 1320 നമ്പർ ശ്രീലക്ഷ്മി വിലാസം NSS കരയോഗത്തിനാണ്. തേടി സ്വർണ്ണ തിളക്കത്തിൽ മടങ്ങണമെന്ന് കരമുഴുവൻ പ്രാർത്ഥിച്ചു. പള്ളിയോടത്തിൽ കാലപ്പഴക്കം പ്രൗഢികൊണ്ട് ഉമയാറ്റുകരപ്പോഴേക്കും ഉത്രട്ടാതിയെത്തിയത് ഇവർ അറിഞ്ഞിട്ടില്ല. ഉമയാറ്റുകര 2154 നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളിയോടത്തിൽ 110 തുഴച്ചിൽക്കാർക്കായിരുന്നു. 48 കോൽ നീളവും 63 അങ്കുലം ഉടമയുമാണ് ഇതിനുള്ളത്. ഉമയാറ്റുകാവ് അലകിയകാവ് ഉത്രട്ടാതിനാളിൽ യാത്ര തുടങ്ങുന്ന പള്ളിയിലും കൈമോശം വന്നിട്ടില്ലാത്ത ഭക്തിയോടെ തുഴയറിഞ്ഞ് പമ്പയുടെ പുണ്യം പേരാൻ എനിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. അശോക് കുമാർ, PN സതീശൻ എന്നിവർ പ്രതിനിധികളും G വേണുഗോപാൽ ക്യാപ്റ്റൻ. Hello. മത്സരവള്ളംകളിയും വിജയികൾക്കുള്ള സമ്മാനദാനവും കഴിഞ്ഞ് 5 മണിയോടുകൂടി ജലമേള അവസാനിക്കുന്നതാണ്. ഈ ജലമേളയിൽ പങ്കെടുക്കുവാൻ 48 പള്ളിയോടങ്ങളാണ് ഇന്നിവിടെ എത്തുന്നത്. ഈ പള്ളിയോടങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ നിശ്ചിത സ്ഥലത്ത് ഉടൻ തന്നെ എത്തേണ്ടതാണ്. 1 മണിക്ക് തന്നെ എല്ലാ പള്ളിയോടങ്ങളും നിശ്ചിത സ്ഥാനത്തേക്ക് മാറിക്കിടക്കേണ്ടതാണ്. പള്ളിയോടങ്ങള് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് സ്ഥാനം പിടിക്കും. റെസ്ക്യൂ രക്ഷപ്പെടുത്താൻ മുന്നോട്ട് വരണം. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഫയർഫോഴ്സിന്റെ ശ്രദ്ധയ്ക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റില്, അതായത് മുകളില്
ഒരാൾ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഘോഷയാത്ര തുടങ്ങുന്നതിന് മുമ്പായി എല്ലാ പള്ളിയോടങ്ങളും 1 മണിക്ക് വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുന്നതും 1:15 യോഗം ആരംഭിക്കുന്നതും 1:30 മണിക്ക് ജലഘോഷയാത്ര ആരംഭിക്കുന്നതുമാണ്. എല്ലാ പള്ളിയോടങ്ങളും ക്ഷേത്രക്കടവിലെത്തി തൊഴഞ്ഞ് ഭഗവാനെ വണങ്ങി താഴെ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള കേന്ദ്രത്തിലേക്ക് വരേണ്ടതാണ്. ഫയർഫോഴ്സ് അതുപോലെ പള്ളിയോട സേവാസംഘം നിയോഗിച്ചിട്ടുള്ള റേസ് കമ്മിറ്റിയുടെ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ടിക്കറ്റുകളോ പാസുകളോ ഉള്ള സ്ഥലത്ത് മാത്രം കാണികളിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 1 മണിയോടുകൂടി ജലഘോഷയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടന ആരംഭിക്കുന്നതും 1:30 ജലഘോഷയാത്ര തുടങ്ങുന്നതുമാണ്. അവിടെ പറഞ്ഞാൽ മതി, റിസപ്ഷൻ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഹലോ, ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്ര അമ്പലക്കടവിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ശ്രദ്ധയ്ക്ക് ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്ര അമ്പലക്കടവിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. 1ാമത്തെ ട്രാക്കിൽ വൻവഴി, 2ാമത്തെ ട്രാക്കിൽ മുതവഴി, 3ാമത്തെ ട്രാക്കിൽ പുല്ലുപുറം, 4ാമത്തെ ട്രാക്കിൽ കടപ്ര. ആദ്യ ബാച്ചിൽ 4 പള്ളിയോടങ്ങളും ഒരുമിച്ച് കിടക്കേണ്ടതാണ്. 2ാമത്തെ വയസ്സിൽ ആറാട്ടുപുഴ, മംഗലം, പോച്ചാത്തൂർ, കോടിയാട്ടുകര ഈ 4 പള്ളിയോടങ്ങളും ജലഘോഷത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. 3ാമത്തെ ഹീസിൽ റാന്നി, ഇടപ്പാവൂർ, ചെന്നിത്തല, പുതുക്കുളങ്ങര ഈ 4 പള്ളിയോടങ്ങളും ജലഘോഷയാത്രയ്ക്ക് വേണ്ടി അമ്പലക്കടവിൽ ഒരേപോലെ ക്രമീകരിച്ചിരുന്നത്. 4ാമത്തെ ട്രാക്കിൽ കൈമറങ്കര, കോട്ടപ്പഴശ്ശേരി, പൂവത്തൂർ കിഴക്ക് ഈ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. ജലഘോഷയാത്രയ്ക്ക് വേണ്ടി ബി ബാച്ച് പള്ളിയോടങ്ങൾ അമ്പലക്കടവിൽ എത്തിച്ചേരേണ്ടതാണ്. പ്രയാർ, നെല്ലിക്കൽ, ഇടയാറമുള കിഴക്ക്, വരയന്നൂർ. 3ാമത്തെ ഹീസിൽ ഇടശ്ശേരിമല, പുന്നന്തോട്ടം, വെൺപാല, മേലുകര. 4ാമത്തെ ഹീസിൽ മാലക്കര, മുണ്ടൻകാവ്, തെക്കേമുറി, കീഴുവൻമഴി. 5ാമത്തെ ഹീസിൽ പോയിപ്പുറം. ബി ബാച്ചിൽ 1ാമത്തെ ഹീസിൽ വൻമഴി, മുതവഴി, പുല്ലൂപ്പുറം, കടപ്ര. 2ാമത്തെ ഹീസിൽ ആറാട്ടുപുഴ, മംഗലം, പോച്ചാത്തൂർ, കോടിയാട്ടുകര. 3ാമത്തെ ഹീസിൽ റാന്നി, ഇടപ്പാവൂർ, ചെന്നിത്തല, പുതുക്കുളങ്ങര. 4ാമത്തെ ഹീസിൽ കൈമറങ്കര, കോട്ടപ്പശ്ശേരി, പൂവത്തൂർ കിഴക്ക്. ഇത്രയും പട്ടിയോളങ്ങൾ അമ്പലക്കടവിൽ 65 തുടർക്കാർ ഉൾപ്പെടെ 94 പേർക്ക് പുഴ പള്ളിയോട സേവാ സമിതിയുടെ ഉടമസ്ഥതയിലുള്ള പള്ളിയോടമാണിത്. 2009 നന്നായി പാടി തുഴഞ്ഞതിന് ജലമേളയിൽ ട്രോഫി നേടി. ബി ബാച്ചിൽപ്പെട്ട പള്ളിയോടം 2007 മന്ന ട്രോഫി നേടിയിട്ടുണ്ട്.
27.25 മീറ്റർ നീളവും 1.89 മീറ്റർ ഉടമയുമുണ്ട്. 14 അടി അമരപ്പൊക്കവും. സന്തോഷ് കുമാർ ക്യാപ്റ്റനും കെ ദിവാകരനുള്ള കെ മന്മഥൻ എന്നിവർ പ്രതിനിധികളുമാണ്. ഭഗവാന് പ്രിയതരമായ ഓടക്കുഴലും ആലിലയുമെല്ലാം അമരം മുതൽ കൊമ്പ് വരെ പണിതൊരുക്കി പുതിയ പള്ളിയോടത്തിൽ കന്യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കോറ്റാത്തൂർ കൈതക്കോടി കരക്കാർ. ഒരു കരയുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് ഇവരുടെ പുതിയ പള്ളിയോടം. പുല്ലാട് പഴയകാവ് ദേവീക്ഷേത്രത്തിലെത്തിയ കൊടുങ്ങല്ലൂർ പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയ്ക്ക് വേണ്ടി അമ്പലക്കടവിലെത്തിക്കണ്ടാണ്. ദീപാച്ച് പള്ളിയോടങ്ങൾ ഒന്നാമത്തെ ഹീറ്റ്സിൽ വൻവഴി മുതവഴി പുല്ലൂപ്പുറം കടപ്രായി 4 പള്ളിയോടങ്ങൾ. ഈ 4 പള്ളിയോടങ്ങളും ഇടപ്പാവൂർ, ചെന്നിത്തല, പുതുക്കുളങ്ങര. 4ാമത്തെ ഹീറ്റ്സിൽ കൈമറവുങ്കര, തോട്ടപ്പശ്ശേരി, പൂവത്തൂർ കിഴക്ക്. ദീപാച്ച് പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതാണ്. ദീപാച്ച് പള്ളിയോടങ്ങൾ ഒന്നാമത്തെ ഹീറ്റിൽ വൻവഴി മുതവഴി പുല്ലൂപ്പുറം കടപ്പുറം 4 പള്ളിയോടങ്ങൾ. 2ാമത്തെ ഹീറ്റിൽ ആറാട്ടുപുഴ, മംഗലം, കോറ്റാത്തൂർ, കോടിയാട്ടുകര. 3ാം ഹീറ്റിൽ റാന്നി, എടപ്പാവൂർ, ചെന്നിത്തല, പുതുക്കുളങ്ങര. 4ാം ഹീറ്റിൽ കൈമറവുങ്കര, തോട്ടപ്പശ്ശേരി, പൂവത്തൂർ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതാണ്. ഘോഷയാത്രയ്ക്ക് പോകാൻ എത്രയും പെട്ടെന്ന് തയ്യാറാകേണ്ടതാണ്. കേട്ടോ ക്യാമറയല്ലേ നോക്കി വേണേ. പള്ളിയോടത്തിന്റെ ക്യാപ്റ്റൻ ശ്രദ്ധയ്ക്ക് അവിടുന്ന് മാറ്റേണ്ടതാണ്. തിരുവോണത്തോണിയിലുള്ള ആൾക്കാർ ഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. തിരുവോണത്തോണിയിലുള്ള ആൾക്കാർ ജില്ലന്മാർ വന്നു. ഓക്കെ ഞാൻ പറഞ്ഞു
ടീമാണ്. പള്ളിയോടത്തിന്റെ ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് ജലഘോഷയാത്രയ്ക്ക് വേണ്ടി മുൻസിപ്പൽ താഴേക്ക് പോകേണ്ടതാണ് കാട്ടൂർ പള്ളിയോടം. കോടിയാട്ടിയര പള്ളിയോടത്തിന്റെ ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് ജലഘോഷയാത്രയ്ക്ക് വേണ്ടി അമ്പലക്കടവിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനാണ്. കോടിയാട്ടിയര പള്ളിയോടത്തിന്റെ ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് പള്ളിയോടം ജലഘോഷയാത്രയ്ക്ക് വേണ്ടി അമ്പലക്കടവിൽ അടുപ്പിക്കുന്നതാണ്. ടൈമറോങ്ങര പള്ളിയോടം ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് ജലഘോഷയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. കോറ്റാത്തൂർ പള്ളിയോടത്തിന്റെ ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് ജലഘോഷയാത്രയ്ക്ക് വേണ്ടി പള്ളിയോട് അമ്പലക്കടവിൽ അടുപ്പിക്കുന്നതാണ്. അത് കണ്ടോ, ആ ബോട്ട് മാറ്റാൻ പറയാം. അല്ല പള്ളിയോട് ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് തീർച്ചയായും ടൈമറോങ്ങര പള്ളിയോട ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് ജലഘോഷയാത്രയ്ക്ക് വേണ്ടി പള്ളിയോട് അടുപ്പിക്കുന്നതാണ് അമ്പലക്കടവിൽ. തോട്ടപ്പുശ്ശേരി പള്ളിയോട ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് ജലഘോഷയാത്രയ്ക്ക് വേണ്ടി പള്ളിയോടം അമ്പല കീഴ്ചേരിമേൽ പള്ളിയോടം ഫിനിഷിംഗ് പോയിന്റ് രാജസ്ഥേക്ക് പോകേണ്ടതാണ്. കടപ്പുറ പള്ളിയോടത്തിന്റെ ക്യാപ്റ്റൻ ശ്രദ്ധയ്ക്ക് ജലഘോഷയാത്രയ്ക്ക് വേണ്ടി പള്ളിയോടം തയ്യാറെടുക്കുന്നതാണ്. ജലഘോഷയാത്രയ്ക്ക് വേണ്ടി ഒന്നാം വീട്ടിൽ വൻവഴി, മുതവഴി, പുല്ലൂപ്പുറം, കടപ്പുറ ഈ 4 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. കുറിയന്നൂർ ഈ 4 പള്ളിയോടങ്ങളും ജലഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. ഒന്നാം വീട്ടിൽ കീഴ്ചേരിമേൽ, തെക്കേമുറി കിഴക്ക്, കീഴകര, കുറിയന്നൂർ ഈ 4 പള്ളിയോടങ്ങൾ. രണ്ടാം വീട്ടിൽ പ്രയാർ, നെല്ലിക്കൽ, ഇടയാറമുള കിഴക്ക്, വരയന്നൂർ. മൂന്നാം ഹീസിൽ ഇടശ്ശേരിമല, കുന്നംതോട്ടം, വെൺപാല, മേലുകര. നാലാം ഹീസിൽ മാലക്കര, മുണ്ടൻകാവ്, തെക്കേമുറി, കീഴൻമഴി. അഞ്ചാം ഹീസിൽ കോയിപ്പുറം, പൂവത്തൂർ പടിഞ്ഞാറ്, ലാഹിടിയാറമുള, കോഴഞ്ചേരി. ആറാം ഹീസിൽ നെടുമ്പ്രയാർ, ഉമയാറ്റുകര, കാട്ടൂർ, അയിരൂർ. ഏഴാം ഹീസിൽ ഇടനാട്, ഇടപ്പാവൂർ, പേരൂർ, ചെറുകോൽ, ഇടയാറമുള, കിഴക്കനൂതറ, കുന്നേകാട്. എട്ടാം ഹീസിൽ മാരാമൺ, ഇടശ്ശേരിമല കിഴക്ക്, മല്ലപ്പുഴശ്ശേരി, കോതറ എന്നീ പള്ളിയോടങ്ങൾ ജലഘോഷത്തിൽ മാത്രമേ അനൗൺസ് ചെയ്യാം. മുമ്പിൽ ചെന്നിട്ടാണ്
നടപടികൾ ആരംഭിക്കുകയാണ്. പള്ളിയോട സേവാ സംഘത്തിന് വേണ്ടി സ്വാഗതം പറയുന്നു. ഘോഷയാത്രയ്ക്ക് വേണ്ടി അമ്പലക്കടവിൽ എത്തിക്കാനാണ് ഈ ബാച്ച് പള്ളിയോടങ്ങൾ. അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പുഷ്ടമായും മതസൗഹാർദ്ദത്തിന്